തെരുവ് വിളക്കുകൾ കത്താത്ത തെരുവ് വിളക്കുകളുണ്ട്. ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത കുടുംബങ്ങളുണ്ട്. പിന്നെ റോഡുകളുടെ കാര്യമാണെങ്കിൽ പറയണ്ട, വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ്. രാപ്പകൽ സമരം എന്ന് വിചാരിച്ച് ഞങ്ങൾ തുടങ്ങിയെങ്കിലും ഇത്രയും നീണ്ടു പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി സർക്കാർ നമ്മൾ അവഗണിക്കുകയാണ്, നമുക്ക് നേടിയിട്ടേ പോകാൻ കഴിയൂ എന്നുള്ള അവസ്ഥ വന്നു. അതിന് ശബരിനാഥ് എന്നുള്ള മേയർ ഒരു വരണം, അതൊരു നാഥൻ, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു നാഥനായിട്ട് ശബരിനാഥ് വരണം. ഇടത് കോട്ട് തകർക്കാൻ കോൺഗ്രസ് തെരഞ്ഞെടുത്തതോ 266 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർക്കൊപ്പം സമരം ചെയ്ത ഒരു ആശാ വർക്കറെയാണ് രാജി SB. സ്ഥാനാർത്ഥിയോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ, എവിടം വരെയായി? രണ്ടാം റൗണ്ട് പ്രചരണം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ വാർഡ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ കുറവാണെങ്കിലും നല്ല ഏരിയ ഉള്ള സ്ഥലം, അതായത് കുന്നു പ്രദേശങ്ങളും അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് കാച്ചാണി വാർഡ്. തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും ഇങ്ങറ്റം നിൽക്കുന്ന ഒരു വാർഡാണ് നമ്മുടെ കാച്ചാണി എന്ന് പറയുന്നത്. സാധാരണക്കാരാണ് കൂടുതലും ഇവിടെ താമസിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടെ ഒരു അടിസ്ഥാന വികസനം ഇതാണ് ഞാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടെ ഈ സമരരംഗത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം ഇവിടെ തെരുവ് വിളക്കുകൾ കത്താത്ത തെരുവ് വിളക്കുകളുണ്ട്, ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത കുടുംബങ്ങളുണ്ട്. പിന്നെ റോഡുകളുടെ കാര്യമാണെങ്കിൽ പറയണ്ട, വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ കാച്ചാണി വാർഡിൻ്റെ ഈ മെയിൻ റോഡ് പോയി കഴിഞ്ഞാൽ ഇടത് റോഡുകളെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ മത്സര രംഗത്തോട്ട് വരുന്നത്. ജനങ്ങളെല്ലാം നല്ല സപ്പോർട്ടാണ്. അവർക്ക് ആവശ്യം അടിസ്ഥാന വികസനം, അവർക്ക് വേറെ ഒന്നും വേണ്ട, വീടോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഞങ്ങൾക്കുള്ള അടിസ്ഥാന സൗകര്യം, റോഡ്, ലൈറ്റ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എനിക്ക് മെയിൻ്റെനൻസ് ഒന്നും ചേച്ചി തരണ്ട, എനിക്ക് എൻ്റെ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ലൈറ്റെങ്കിലും കത്തിച്ച് തരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഓരോ ആൾക്കാരും എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ അവർക്കുള്ള അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വാർഡാണ് കാച്ചാണി വാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട്, ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ UDF നടത്തുന്നുണ്ട്. 15 വർഷം ഭരിച്ചിട്ടും ഒരു മാറ്റവും കാച്ചാണി വാർഡിൽ ഇടതുപക്ഷത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെല്ലാം വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വോട്ടായിട്ട് മാറും. 15 വർഷം കൊണ്ട് ഇടത് ഭരണമാണ് കാച്ചാണി വാർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ വികസനം എന്നുള്ളത് നമ്മുടെ ഈ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, തിരുവനന്തപുരം നഗരസഭയുടെ ഒരു വികസനം നമ്മുടെ ഈ കാച്ചാണി വാർഡിൽ എത്തിയിട്ടില്ല. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. അത് എനിക്ക് വോട്ടായിട്ട് തന്നെ വീഴുകയും ചെയ്യും. ആദ്യം സൂചിപ്പിച്ചതുപോലെ ആശാ വർക്കറാണ്, പൂർണ്ണ സമയം സമരത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പൊ ആ സമരത്തിന് സർക്കാർ നേരിട്ട ഒരു രീതിയും അതെന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ 266 ദിവസവും സെക്രട്ടറി മുമ്പിൽ സമരവേദിയിൽ ഉണ്ടായിരുന്ന ഒരു അംഗം തന്നെയാണ്, സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. നമ്മുടെ സമരം എന്ന് പറയുന്നത് അവിടെ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറമായിട്ട് എല്ലാ പേരും, ഇടതെന്നോ വലതെന്നോ BJP എന്നോ എല്ലാ ആശമാരും പങ്കെടുത്ത ഒരു സമരമാണ് നമ്മുടെ ആശാ സമരം. അത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമര പോരാട്ടമായിരുന്നു ഞങ്ങൾ നടത്തിയത്. നമ്മുടെ സർക്കാർ നമ്മുടെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവഗണനയാണ് ഞങ്ങൾക്ക് തന്നത്. രാപ്പകൽ സമരം എന്ന് വിചാരിച്ച് ഞങ്ങൾ തുടങ്ങിയെങ്കിലും ഇത്രയും നീണ്ടു പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി സർക്കാർ നമ്മൾ അവഗണിക്കുകയാണ്, നമുക്ക് നേടിയിട്ടേ പോകാൻ കഴിയൂ എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത്. രാവൊന്നും പകലൊന്നും ഇല്ലാതെ നമുക്ക് പ്രാഥമിക കാര്യങ്ങൾക്ക് പോകാൻ പോലും ബുദ്ധിമുട്ടുള്ള സെക്രട്ടറിന്റെ പരിസരത്ത് അങ്ങനെ അതിനുള്ള ഒരു സൗകര്യം പോലും സർക്കാരിന്റെ കീഴിൽ ഇല്ല. കടകളും അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ ആശ്രയിച്ചാണ് ഞങ്ങൾ അത് തന്നെ നിറവേറ്റി പോകുന്നത്. അത്രയും ബുദ്ധിമുട്ട് സഹിച്ച് സ്ത്രീകളെന്നുള്ള ഒരു പരിഗണന പോലും നമുക്ക് സർക്കാർ ഞങ്ങൾ പരിഗണിച്ചിട്ടില്ല. അതിൽ ഏറ്റവും ഒരു വിജയിപ്പ് നമുക്കുണ്ട്. ആശമാരെല്ലാവരും അതിന് ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. 1733 ആശമാർ ഈ തദ്ദേശ ഭരണ സമയത്ത് തെരഞ്ഞെടുപ്പിലോട്ട് മത്സരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ആശമാരുടെ ഒരു വികാരമായിട്ടാണ് കാണുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആദ്യം പുറത്തുവിട്ടു. അതിൻ്റെ അകത്ത് ഒരു സ്റ്റാർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, ശബരിനാഥ് എന്നാണ്. തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത് ശബരിനാഥിനെയാണ്. അപ്പം ശബരിനാഥ് സ്ഥാനാർത്ഥിയായി വന്നത് കാച്ചാണി ഉൾപ്പെടെയുള്ള മറ്റു വാർഡുകൾ ഗുണം ചെയ്യുന്നു തോന്നുന്നുണ്ടോ? തീർച്ചയായും ഗുണം ചെയ്യും. കാരണം നമ്മുടെ K. മുരളീധരൻ സാറാണ് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത്. സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മുടെ ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത്. പഴയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഈ കോൺഗ്രസിനകത്ത് ഒന്നുമില്ല. എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിന്ന് പ്രവർത്തിക്കുന്നതാണ്. അപ്പം ഞങ്ങൾക്കവിടെ നമ്മുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നല്ല ശക്തമായിട്ടുള്ള എല്ലാ കഴിവും പ്രാവീണ്യവും ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ശബരിനാഥ്. അപ്പം പുള്ളിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ വരും. അതിന്
നമ്മുടെ പ്രവർത്തകരും സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞങ്ങൾ വാർഡിൽ പ്രവർത്തിക്കുന്നത്. അത് വരണം, അത് തീർച്ചയായിട്ടും വന്നേ മതിയാവും. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഇപ്പോൾ നാട് നിൽക്കുന്നത്. അപ്പം അതിനൊരു മാറ്റം വേണ്ട, ജനങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ശബരിനാഥ് എന്നുള്ള മേയർ വരണം. അതൊരു നാഥൻ, നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഒരു നാഥനായിട്ട് ശബരിനാഥ് വരണം. ഇപ്പൊ മുഖ്യ പ്രതിപക്ഷം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം BJP ആണ്. 3-ാം സ്ഥാനത്താണ് UDF ഉള്ളത്. അപ്പോൾ ഇത്തവണ BJPക്ക് 1-ാം സ്ഥാനത്ത് അല്ലെങ്കിൽ BJP അധികാരത്തിൽ എത്തുമെന്നാണ് BJP ക്യാമ്പുകൾ പറയുന്നത്. അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം? അതുപോലെ കാച്ചാടി വാർഡിൽ എന്താണ് അവസ്ഥ? കാച്ചാണി വാർഡിനെ സംബന്ധിച്ചിടത്തോളം 3 പ്രാവശ്യം ഇടതിന്റെ ഒരു ഭരണമായിരുന്നു. പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല, മാറ്റമുണ്ട്. ജനങ്ങൾ ആവേശത്തോടെ തന്നെ അത് പറയുന്നുണ്ട്. അതെന്തായിരുന്നാലും ഈ കാച്ചാണി വാർഡ് മാറും, അതിന് ഒരു ഉറപ്പ് തന്നെയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തുടക്കത്തിലെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആവേശമല്ല ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയ ഒരു ഇതായിരുന്നു, തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. എല്ലാ സ്ഥാനാർത്ഥികളും ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്നത്. വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ. അവിടെ തന്നെ വാർഡുകളിൽ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. എന്തായാലും ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ഇപ്രാവശ്യം വരില്ല, നമുക്ക് തന്നെ മുന്നേറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും നിൽക്കുന്നത്.